മാറാത്തത് ഇനിയും മാറും. വികസിത കേരള ലക്ഷ്യവുമായി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാളെ ഇടുക്കിയുടെ മണ്ണിൽ. തൊടുപുഴ വാർത്തകൾ. നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസ് രാഷ്ട്രീയ വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. 23/5/2025 3 PM ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തൊടുപുഴയുടെ മണ്ണിലേക്ക്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ കക്ഷിമത രാഷ്ട്രീയ വിവേചനം കൂടാതെ കേരളത്തെ ഭാരതത്തിന് ഒപ്പം നയിക്കാൻ കേരളീയ ജനതയ്ക്ക് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ സുവർണാവസരം മുൻ എംപിയും ജനപ്രിയ നായകനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനിലൂടെ കേരളീയ ജനതയ്ക്ക് ഒരു അവസരം ഒരുക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ ഭാരതത്തിന്റെ ദീർഘകാല വികസനത്തിനുള്ള സ്വപ്നം കേരളത്തെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സാക്ഷാത്കാരമായി പൂർത്തീകരിക്കുക എന്ന ദൗത്യവുമായി ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വരവിനായിട്ട് ഇടുക്കി നോർത്ത് ജില്ലയിലെ എല്ലാ കാര്യകർത്താക്കളും അക്ഷീണം പ്രയത്നിച്ച് കാത്തിരിക്കുകയാണ്. ഊഷ്മള വരവേൽപ്പാണ് ഈ തൊടുപുഴയുടെ മണ്ണിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ പി സാനു. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി നോർത്ത് ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി ബി.ജെ.പിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി 23 വെള്ളിയാഴ്ച തൊടുപുഴയിൽ എത്തിച്ചേരുന്നത് മലയോര ജില്ലയുടെ വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങളും ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ സാധ്യതകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കൂട്ടായ പ്രവർത്തനവുമൊക്കെ ഈ കൺവെൻഷനിൽ അവലോകനം ചെയ്യുന്നതും കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നതും ആയിരിക്കും. അതോടൊപ്പം മാറാത്ത കേരളത്തെ മാറ്റുക എന്ന ദൗത്യവുമായി ഒരു പുതിയ മുന്നേറ്റം ബി.ജെ.പി. കേരളത്തിൽ നടത്തി വരുന്നു. ഇത് ശ്രദ്ധേയമായ ജനപിന്തുണ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നിരവധി രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വിവിധ സാമൂഹിക മതസംഘടനകളിൽ നിന്നുമൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങൾ രാജീവ് ചന്ദ്രശേഖർജിയിൽ നിന്നും കൺവെൻഷൻ വെച്ച് അംഗത്വം സ്വീകരിക്കുന്നതുമായിരിക്കും. ഇടുക്കി നോർത്ത് ജില്ല 23-ാം തീയതി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരുക്കങ്ങളിലാണ്. എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി. ഈ കൺവെൻഷൻ തൊടുപുഴയുടെ രാഷ്ട്രീയത്തിൽ നിർണായക നിമിഷങ്ങളായിരിക്കും. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യം ന്യൂസിനു വേണ്ടി തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.